ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ 18ാമത്തെ പാർട്ടിലെ ലാസ്റ്റ് ഭാഗത്ത് ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് പോരട്ടോ. അപ്പോൾ 18ാം പാട്ടിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം അല്ലേ? പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം. അങ്ങനെ ഞാൻ വേഗം ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു. കോളെടുത്ത ചേച്ചിയെ കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി. ആ തരത്തിലായിരുന്നു ചേച്ചിയുടെ നിൽപ്പ്. എന്താടാ, എന്തിനാ നീ ഇപ്പോൾ വിളിച്ചത്? ചേച്ചി ചെറിയ കലിപ്പിൽ ചോദിച്ചു. അത് എന്താ ചേച്ചി മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാത്തേ? അതുകൊണ്ട് വിളിച്ചതാ, ഞാൻ ചോദിച്ചു. ആ, ഞാനൊന്ന് പുറത്തേക്ക് പോയതായിരുന്നു. അല്ല, എന്തിനാ നീ വിളിച്ചത്? നീ ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല, നിനക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചി, ഞാൻ പറഞ്ഞു. അതെന്താടാ നിനക്ക് ഉറങ്ങാൻ പറ്റാത്തത്? പോയിക്കിടന്ന് ഉറങ്ങ്, നിനക്കൊക്കെ അതൊക്കെ പറ്റുള്ളൂ. എന്തിനാ ചേച്ചി ചേച്ചി ചൂടാവുന്നത്? ഈ സമയത്ത് ഞാൻ എങ്ങനെ വരാനാണ്? ചേച്ചിക്ക് അറിയില്ലേ? അതെനിക്കറിയാം, പക്ഷേ എൻ്റെ ഈ ചിന്ത മാറ്റാൻ എനിക്കിപ്പോൾ ആരെങ്കിലും കിട്ടണം. ഞാനാകെ പണ്ടാരടങ്ങി നിൽക്കാടാ. അതെന്താ ചേച്ചി ഇന്ന് ഇത്രയും ആഗ്രഹം തോന്നിയത്? ഞാൻ ചോദിച്ചു. അത് പിന്നെ ഓരോരുത്തർമാർ എന്നെ വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലടാ. അതാ ഞാൻ നിന്നെ വിളിക്കുന്നത്. ഓ, അപ്പോൾ ചേച്ചിക്ക് അവർ ചേച്ചിയെ പറയുന്നതെല്ലാം ഇഷ്ടമാണോ? പിന്നെ ഇല്ലാതെ. അതിനിപ്പോൾ എന്താ പ്രശ്നം? ഇതൊക്കെ രാജേട്ടന് ഇഷ്ടമുള്ള കാര്യമല്ലേ? ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ചേച്ചിയെ കാണാൻ ആഗ്രഹം തോന്നാൻ തുടങ്ങി. ചേച്ചി, ഞാൻ ചേച്ചിയെ വിളിച്ചു. എന്താടാ? അത് ചേച്ചി, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ? വാടാ, ഇതിനല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നീ വാ, നമുക്ക് ഇന്നിവിടെ ആഘോഷിക്കാം. ചേച്ചി പറഞ്ഞത് കേട്ട് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഓക്കെ, ഞാൻ വരാം എന്നും പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്തു. ഞാൻ വേഗം ഒരുങ്ങി പതിയെ കതക് തുറന്നു. അമ്മ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഞാൻ പതിയെ അനിയത്തിയുടെ റൂമിൻ്റെ കതകിൻ്റെ അടുത്ത് പോയി. കതകിനടുത്തെത്തിയപ്പോൾ അനിയത്തിയുടെ സംസാരം കേട്ടു. തെണ്ടി ആരുടെ കൂടെ വീഡിയോ കോളിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ കതകിൽ 2 തട്ട് തട്ടി. അവൾ പെട്ടെന്ന് വന്ന് കതക് തുറന്ന് എൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു, എന്താ പോവാണോ? ആടി, ഞാൻ പോവാ, ഞാൻ അവളോട് പറഞ്ഞു. ഈ സമയത്തോ? അവൾ ചോദിച്ചു. അതേടി, എനിക്കിനി പിടിച്ചിക്കാൻ പറ്റുന്നില്ല, ഞാൻ പോട്ടെ. പൊക്കോ, എനിക്കറിയായിരുന്നു ഇതെങ്ങനെ അവസാനിക്കുമെന്ന്. അതാ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞത്, അവൾ പറഞ്ഞു. ഡി, നീ വന്ന് കഥ കിടക്ക്, ഞാൻ പോട്ടെ. ആ, അല്ല, ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത്? അവൾ ചോദിച്ചു. ആ, അതൊന്നും എനിക്കറിയില്ല, നീ വന്ന് കഥ കിടക്ക്. അങ്ങനെ ഞങ്ങൾ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഡി, ഞാൻ പോവാ, നീ കഥകളെല്ലാം അടച്ചേക്ക്. ആ, അല്ല, നീ വരുമ്പോൾ എങ്ങനെ അകത്ത് കയറും? അത് ഞാൻ നിന്നെ വിളിച്ചോളാടി, നീ അപ്പോൾ വന്ന് തുറന്ന് തന്നാൽ മതി. അയ്യടാ, ഒന്ന് പൊക്കെ, അപ്പോൾ എനിക്ക് ഉറങ്ങണ്ടേ? നീ വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാനോ? അവൾ ചോദിച്ചു. ഓ, അല്ലെങ്കിൽ നീ ഉറങ്ങിയിട്ട് നിനക്ക് എന്താ പണിയെന്നൊക്കെ എനിക്കറിയാം. ഇനി എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ ബാക്കിയുണ്ടോടി? ഞാൻ അവളോട് ചോദിച്ചു. അത് കേട്ട് ദേഷ്യത്തോടെ അവൾ കതകടച്ച് അകത്തേക്ക് പോയി. ഞാൻ ബൈക്കെടുത്ത് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു. റോഡിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല. നല്ല കൂരിരുട്ട്. ചെറിയ പേടിയുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് ഞാൻ അങ്ങോട്ട് കത്തിച്ചു വിട്ടു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി ഞാൻ ബൈക്ക് ഗേറ്റിനോട് ചാരി നിർത്തിയിട്ട് ഗേറ്റ് തുറന്ന് പതിയെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നോക്കിയ ഞാൻ കണ്ടത് കതക് തുറന്നു പിടിച്ച് ചേച്ചി എന്നെയും കാത്ത് സിറ്റ് ഔട്ടിൽ നിൽക്കുന്നതാണ്. ഞാൻ വേഗം ഓടിച്ചെന്ന് വീട്ടിലേക്ക് കയറി. ചേച്ചി, രാജേട്ടൻ അവിടെ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ദാ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നീടുള്ള വിലപ്പെട്ട നിമിഷങ്ങൾ ആഘോഷമാക്കി. അപ്പോൾ ഇനി
ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചി, അല്ലടാ നീ പോകുന്നില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഇന്നിവിടെ നിന്നോ, രാവിലെ പോകാം, ചേച്ചി പറഞ്ഞു. ഏയ് അത് പറ്റില്ല, ഞാൻ പോട്ടെ. അങ്ങനെ ഞാൻ അവിടുന്ന് ബൈക്കെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഏകദേശം രാത്രി 2 മണിയോളം ആയിട്ടുണ്ടാകും. വീട്ടിലെത്തി ഞാൻ പതിയെ ബൈക്ക് മുറ്റത്തേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. ഇനി വീടിനകത്തേക്ക് കയറണമെങ്കിൽ അനിയത്തി വന്ന് കതക് തുറന്നു തരണം. ഞാൻ അവൾക്ക് കോൾ ചെയ്തു. എത്ര വിളിച്ചിട്ടും അവൾ കോൾ എടുക്കുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ അവിടെ ഒരു കല്ലിലിരുന്നു. എനിക്കാണെങ്കിൽ ആ സമയം ഉറക്കവും വരുന്നുണ്ടായി. ഞാൻ വീണ്ടും ഫോണെടുത്ത് വിളിച്ചു നോക്കി. പക്ഷേ അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ഞാൻ ആ പറഞ്ഞതിലുള്ള ദേഷ്യമായിരിക്കുമോ എന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ നോക്കുമ്പോൾ ശോഭേച്ചിയാണ് വിളിക്കുന്നത്. ഞാൻ വേഗം കോൾ എടുത്തു. ഡാ നീ വീട്ടിലെത്തിയോ? ചേച്ചി ചോദിച്ചു. ആ ഞാൻ വീട്ടിലെത്തി ചേച്ചി. അല്ല എന്താ വിളിച്ചത്? ഞാൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, വല്ല പോലീസ് ചെക്കിങ്ങിൽ പോയി പെട്ടോ എന്നറിയാൻ വിളിച്ചതാ. ഏയ് പോലീസ് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു പണി കിട്ടിയിരിക്കാം. എന്താടാ എന്തു പറ്റി? ചേച്ചി ചോദിച്ചു. അത് പിന്നെ വീട് ഫുള്ള് ലോക്കാണ്, അകത്ത് കയറാൻ പറ്റുന്നില്ല. അല്ല അപ്പോൾ നീ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? നീ വന്നതിന് ശേഷം ആരാ വാതിൽ ലോക്ക് ചെയ്തേ? അത് മീരയാണ്. ഏ മീരയോ? അപ്പോൾ നീ മീരയോട് എവിടെ പോവാന്നാ പറഞ്ഞേ? അത് ഞാൻ ചേച്ചിയെ കാണാൻ വരുവാണെന്ന് പറഞ്ഞു. ഏ എന്നെ കാണാനോ? അപ്പോൾ അവൾ ചോദിച്ചില്ലേ ഈ സമയത്ത് എന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന്? അത് ചേച്ചി അവൾക്കെല്ലാം അറിയാം. ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏ എന്താടാ നീ പറയുന്നേ? മീരക്കെല്ലാം അറിയാമെന്നോ? ആ അതെ ചേച്ചി, അവളാ എന്നോട് ചേച്ചിക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞത്. ഡാ മീരയോ? അവൾ ചെറിയ കുട്ടിയല്ലേ, അവളോട് എന്തിനാ നീ ഇതൊക്കെ പോയി പറഞ്ഞത്? അത് ചേച്ചി ഞാൻ പറഞ്ഞതല്ല, അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം, അത് വെച്ച് കണ്ടുപിടിച്ചതാ. എന്നാലും ഞാനിനി എങ്ങനെയാടാ അവളുടെ മുഖത്ത് നോക്കുക? അത് കുഴപ്പമില്ല, അവൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഡാ എന്നാലും ഇനി അവൾ അമ്മയോട് വല്ലതും പറഞ്ഞു കൊടുക്കുമോ? ഏയ് അവളത്ര മണ്ടിയൊന്നുമല്ല, അവൾ ചേച്ചിയേക്കാൾ വലിയ പുള്ളിയാ, ഞാൻ പറഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നാ കൊള്ളാം. അല്ലടാ ഞാൻ ചോദിക്കാൻ പാടില്ല, എന്നാലും ചോദിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ ഫ്രണ്ട്സ് പോലെയാ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയും. തുറന്ന് പറഞ്ഞ് അവസാനമെല്ലാം തുറന്ന് വെക്കരുത്. എന്തായാലും നിനക്ക് കൊള്ളാം. അല്ലടാ എന്നിട്ട് നീ അവിടെ പുറത്തേക്കാൻ തീരുമാനിച്ചോ? ചേച്ചി ചോദിച്ചു. ഏയ് ഇല്ല ചേച്ചി, അവളാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. നീ അവളോട് പറഞ്ഞില്ലേ ഞാൻ വരുമ്പോൾ വിളിക്കാമെന്ന്? ആ അതൊക്കെ ഞാൻ പറഞ്ഞതാ, പക്ഷേ ഇറങ്ങാൻ നേരം അവൾ ഞാനൊന്ന് ഉടക്കി. അതെന്ത് പറ്റിയടാ? ചേച്ചി ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്തോ പറഞ്ഞു, അവൾക്കത് പറ്റിയില്ല. അവൾ കതകടച്ച് അകത്ത് കയറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേടാ ഇന്നിവിടെ നിന്നോ, നാളെ പോയാൽ മതിയെന്ന്. നീ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പ്രശ്നം. അത് പിന്നെ ഞാൻ എങ്ങനെയാ അവിടെ നിൽക്കുക? രാജേട്ടൻ്റെ കുട്ടികളെ കണ്ട എന്താ അവസ്ഥ? അതൊക്കെ പോട്ടെ, രാവിലെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അമ്മ ചോദിക്കില്ലേ നീ എവിടെ പോയെന്ന്? ഞാൻ പറഞ്ഞു. ആ അതൊക്കെ ചോദിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അല്ല നീ പോയി അവളുടെ ജനൽവാതിൽ പോയി തട്ടി നോക്ക്, ചിലപ്പോൾ കേട്ടാലോ. ഓ എനിക്കൊന്നും വയ്യ, എന്നിട്ട് വേണം അമ്മ കേൾക്കാൻ. അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നം തീർന്നിട്ടില്ല, ഇനി ഇതും കൂടി ആയാൽ തീർന്നു. അതെന്താടാ, ആ പാർക്കിൽ പോയ പ്രശ്നമാണോ? ആ അത് തന്നെ. എന്നാ നീ ഒരു കാര്യം ചെയ്. എന്താ ചേച്ചി? തൽക്കാലം നീ അവിടെ ഇരുന്നോ, ഇനിയിപ്പോൾ 1-2 മണിക്കൂറല്ലേ ഉള്ളൂ നേരം വെളുക്കാൻ. ആ അതെനിക്കറിയാം, ഞാൻ ഇരുന്നോളാം. ചേച്ചിയുടെ ആവശ്യം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ചേച്ചിക്ക് കുഴപ്പമില്ലല്ലോ, ഞാനല്ലേ പെട്ടത്.
അതെന്താടാ നീ അങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു നിനക്ക്, ചേച്ചി പറഞ്ഞു. ആഹാ, അതെന്താ ചേച്ചി അപ്പോൾ പറയാനേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്നാനേ, ഞാൻ പറഞ്ഞു. അത് പിന്നെ ഒന്ന് കഴിഞ്ഞപ്പോൾ അത് മതിയെന്ന് കരുതി. ഇപ്പോൾ തോന്നുന്നു ഒന്നുകൂടി ആകാമായിരുന്നു എന്ന്. തോന്നും. ഇതെപ്പോഴും തോന്നിയാൽ മതി. അല്ല, ഇനി എന്നെ മറക്കുമോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇനി പുതിയ ആൾക്കാരെയൊക്കെ കിട്ടില്ലേ, അപ്പോൾ പിന്നെ നമ്മളെ ആവശ്യമുണ്ടാകുമോ? ഓ അങ്ങനെ. അതിന് ഞാൻ കണ്ടതൊന്നും രാജേട്ടന് അറിയില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടേടാ. അല്ല, അപ്പോൾ രാജേട്ടൻ ഇനിയും ഫോട്ടോസ് ഗ്രൂപ്പിലിടില്ലേ? ആ, അത് ഇട്ടോട്ടേടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്വന്തം ഭർത്താവല്ലേ ചെയ്യുന്നത്, വേറെ ആരും അല്ലല്ലോ. പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്, ചേച്ചി പറഞ്ഞു. അത് കൊള്ളാം, നല്ല തീരുമാനം. പക്ഷേ ഒന്ന് സൂക്ഷിച്ചോ, ഇനിയും ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരും രാജേട്ടൻ, അപ്പോൾ പണി കിട്ടും, നോക്കിക്കോ. ഏയ്, അതിനൊന്നും എനിക്കിനി കുഴപ്പമില്ല മോനെ. ഞാനും അങ്ങനൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ആഹാ, എന്നാ കാത്തിരുന്നോ, പക്ഷേ നമ്മളെ മറക്കരുത് കേട്ടോ. ഏയ്, നീ എൻ്റെ മുത്തല്ലേടാ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അല്ല, ചേച്ചി ഉറങ്ങുന്നില്ലേ? ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? അല്ലടാ, ഞാൻ പോവാണ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, രാവിലെ എഴുന്നേക്കാനുള്ളതാ. എന്നാൽ ശരി, പൊക്കോ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ചേച്ചി കോൾ കട്ട് ചെയ്ത് പോയതിനു ശേഷം ഞാൻ പൈപ്പിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. കുറച്ചു നേരം വീടിൻ്റെ ബാക്കിൽ വന്നിരുന്നു. അവിടെ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ രാവിലെ അമ്മ വന്ന് കാണുമ്പോൾ പ്രശ്നമാകും. പിന്നെ വല്ല പാമ്പും മറ്റും വന്നാലോ എന്നുള്ള പേടിയും. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഞാൻ ശരിക്കും പെട്ട അവസ്ഥയിലായി. സമയമാണെങ്കിൽ പോകുന്നുമില്ല. ഇരുന്നെനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അവസാനം പതിയെ എഴുന്നേറ്റ് അനിയത്തിയുടെ ജനൽവാതിലിൻ്റെ അടുത്തേക്ക് പോയി. ആദ്യം മെല്ലെ 2 തട്ട് തട്ടി നോക്കി, പക്ഷേ അകത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഞാൻ വീണ്ടും തട്ടാൻ തുടങ്ങി. അമ്മ കേൾക്കുമോ എന്നോർത്ത് ഞാൻ വളരെ പതിയാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവളുടെ റൂമിൽ ലൈറ്റ് തെളിഞ്ഞു. അത് കണ്ട് ഞാനും ഒന്ന് ഹാപ്പിയായി. അവൾ വന്ന് ജനൽവാതിൽ തുറന്നു. ഡി, കഥവ് തുറക്ക്, ഞാൻ അവളോട് പറഞ്ഞു. ഓ, വെടിവഴിപാടെല്ലാം കഴിഞ്ഞോ? അവൾ എന്നെ കളിയാക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ആ, കഴിഞ്ഞു. നീ വേഗം കഥവ് തുറക്ക്, എനിക്ക് ഉറക്കം വരുന്നു. ഓ, അപ്പോഴേക്കും ക്ഷീണിച്ചോ മോൻ? തൽക്കാലം മോനൊന്ന് പുറത്ത് കിടന്നാൽ മതി, ഞാൻ തുറന്നു തരില്ല വാതിൽ, അവൾ പറഞ്ഞു. ഡി പ്ലീസ്, അങ്ങനെ പറയല്ലേ, എനിക്ക് ഉറക്കം വരുന്നു, രാവിലെ ജോലിക്ക് പോകാനുള്ളതാണ്. പ്ലീസ് ഡി, ഒന്ന് കഥക് തുറക്ക്. ഓ, അന്ന് ചേട്ടൻ പോകുമ്പോൾ ഓർത്തില്ല. എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത്? എല്ലാത്തിനും കൂടെ നിന്നിട്ട് എനിക്ക് അത് തന്നെ കേൾക്കണം. ഇനി ഒന്നിനും ഞാനില്ല, ഞാൻ പോയി കിടക്കാൻ പോവാ, അവൾ പറഞ്ഞു. എടി, ഞാൻ കാല് പിടിക്കാം, ഒന്ന് തുറന്നതാ. അമ്മ വല്ലത് പറഞ്ഞാൽ ശോഭിച്ച് കുടുങ്ങും. ഓ, അവൻ്റെ ഒരു ശോഭിച്ചി. എല്ലാം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ എൻ്റെ സഹായം വേണ്ടല്ലോ അല്ലേ? ആര് പറഞ്ഞു നിൻ്റെ സഹായം വേണ്ടെന്ന്? ഇനി അങ്ങോട്ടാ എനിക്ക് നിൻ്റെ സഹായം വേണ്ടത്. ഇപ്പോൾ ചെന്ന് എൻ്റെ വാതിൽ തുറക്ക് എൻ്റെ പൊന്നു മോള്. ഞാൻ തുറന്നു തരാം, പക്ഷേ എനിക്ക് നീയൊരു ഹെൽപ്പ് ചെയ്യണം. എന്നാൽ ഞാൻ തുറന്നു തരാം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞാൻ പറയാം, ആദ്യം നീ വാക്കുതാ. ഓക്കെ, സമ്മതിച്ചു. പോയി കഥക് തുറക്ക്. ഉറപ്പല്ലേ? വാക്ക് മാറ്റില്ലല്ലോ? ഇല്ലടി, ഉറപ്പ്. നീ പോയി തുറക്ക്. ആ, വാ, ഞാൻ തുറന്നു തരാം. അവൾ അതും പറഞ്ഞ് പുറയിലെ കഥക് തുറന്നു വന്നു. ഞാൻ അകത്തേക്ക് കയറി നേരെ റൂമിലേക്ക് പോയി കിടന്നു. ഡാ, അപ്പോഴേക്കും കിടന്നോ? അവൾ വന്ന് എന്നെ തട്ടി ഉണർത്തി ചോദിച്ചു. ഓഫ്, എന്താണ് നിൻ്റെ പ്രശ്നം? ഞാൻ കുറച്ചൊരൊന്ന് ഉറങ്ങട്ടെ. അയ്യടാ, അങ്ങനെ ഉറങ്ങണ്ട. എന്തായി, കഞ്ഞിപ്പരിപാടി പൊട്ടിയോ? ഒന്ന് പോടി, അതൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്കുറങ്ങണം, നീ ഒന്ന് പൊക്കെ, ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഇതിൻ്റെ അടുത്ത പാർട്ടുകൾ ഇനി ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഇടയിൽ വരുന്ന പാർട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.